കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടക്കയം കോരത്തോട് പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ജലവിതരണ അതോറിറ്റിയുടെ മുണ്ടക്കയം അമരാവതിയിൽ 16.5 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനവും 2.5 കോടി ചിലവിൽ മണിമലയാറ്റിന് സമീപം മൂരിക്കയത്ത് നിർമ്മിക്കുന്ന കിണറിന്റെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണോദ്ഘാടനവും മാർച്ച് 13-ാം തീയതി നടക്കും. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണം നടന്നു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. 9 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 90 ലക്ഷം ലിറ്റർ ജലം ഒരു ദിവസം ശുദ്ധീകരിച്ച് ജലവിതരണത്തിനായി പമ്പ് ചെയ്യാൻ കഴിയുന്ന ശുദ്ധീകരണശാല. അതായത് ഈ കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. കാരണം ആറ്റിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാൻ പര്യാപ്തമായ നിലയിൽ ശുദ്ധജലമാക്കി മാറ്റുന്ന ശാസ്ത്രീയമായ പ്രക്രിയ നടത്തുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണമാണ് അമരാവതിയിൽ ഔപചാരികമായി 13-ാം തീയതി നിർവഹിക്കപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് 6 കോടി രൂപ ചിലവിൽ 5 കിലോമീറ്റർ ദൂരം 400 mm DI പൈപ്പുകൾ മൂരിക്കയത്തെ പമ്പ് ഹൗസിൽ നിന്നും ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്ന പൈപ്പ് ലൈനിന്റെ പ്രവൃത്തി. അതായത് അതോടൊപ്പം 5 കിലോ നമ്മുടെ മൂരിക്കയത്താണ് നമ്മുടെ പമ്പ് ഹൗസ്. ആ പമ്പ് ഹൗസിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമുണ്ട് അമരാവതിയിലേക്ക്. ആ 5 കിലോമീറ്റർ 400 mm വ്യാസമുള്ള DI പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും അന്ന് തന്നെ ആരംഭിക്കുകയാണ്. അപ്പോ ഇതെല്ലാം കൂടി ചേർന്ന് ആകെ ഈ പ്രവർത്തിക്ക്, അതായത് ശുദ്ധീകരണശാലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ്, ഈ 2 കാര്യത്തിനും കൂടി 25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തിക്കാണ് തുടക്കം കുറിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജലവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.